Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. Zia Gold and Diamonds, the purest bond. Opposite SBI Main Road, Trikkaripur. ദീദി ഇലക്ട്രിക്കൽ ആൻഡ് ഹാർഡ്വെയർസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, പഴയങ്ങാടി. ഓറ ഹോം സെന്റർ, ഓറ ഓരോ വീടും. പുനർജനി യോഗ കൗൺസിലിംഗ് ആൻഡ് മെഡിറ്റേഷൻ സ്റ്റഡി സെന്റർ, പഴയങ്ങാടി. തൊഴിൽ ഉറപ്പ് 100ഓളം തസ്തികകളിലേക്ക് വിജ്ഞാപനം ഉടൻ. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ ആദ്യം. ജനാധിപത്യം അതിന്റെ അർത്ഥത്തിൽ നടന്നാൽ കമ്മ്യൂണിസം ഉത്തരമലബാറിൽ കാണില്ലെന്നും പോലീസുകാർ കമ്മ്യൂണിസ്റ്റുകാരുടെ കാവൽ നായകളായി മാറിയിരിക്കുകയാണെന്നും MP രാജ്മോഹൻ ഉണ്ണിത്താൻ. UDF എരമംകുറ്റൂർ മണ്ഡലം കമ്മിറ്റി പെരുവാമ്പിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമ്മേളനം MP ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു. പത്തായം പറയും ഇനി സഖാവിന്റെ ജീവിതകഥ. സഖാവ് കൃഷ്ണപിള്ളയുടെ ഓർമ്മകൾ ഉണർത്തുന്ന പത്തായം ഇനി പയ്യന്നൂർ ചരിത്ര മ്യൂസിയത്തിൽ സൂക്ഷിക്കും. പാണപ്പുഴ ഉറവങ്കര ക്ഷേത്രത്തിന് സമീപത്ത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളാകുന്നു. നടപടി സ്വീകരിക്കാത്ത അധികൃതർക്കെതിരെ പ്രതിഷേധം ശക്തം. ചൂട്ടാട് പാർക്കിൽ വിനോദസഞ്ചാരികൾ എത്തിത്തുടങ്ങി. പാർക്ക് പ്രവർത്തിക്കുന്നത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട്. തെയ്യം കലാകാരന്മാർക്ക് പ്രതീക്ഷയുടെ കാലം വന്നെത്തുന്നു. ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളും അതിന്റെ ഭാഗമായ കലാപരിപാടികളും നിയന്ത്രണങ്ങളോടെ നടത്താൻ സർക്കാർ അനുമതി. ആളുകളെ നിയന്ത്രിക്കാൻ പോലീസിനും സെക്ടറൽ മജിസ്ട്രേറ്റുമാർക്കും നിർദ്ദേശം. പെരുമ്പപ്പാലത്തിന്റെ കൈവരികൾക്ക് താൽക്കാലിക ആശ്വാസം നൽകി പയ്യന്നൂർ ഫയർഫോഴ്സ്. കൈവരികൾ തകർന്ന് നാളുകളായിട്ടും പുനർനിർമ്മിക്കാനോ പകരം സംവിധാനമൊരുക്കാനോ അധികൃതർ തയ്യാറാകാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. കയറ്റവും വളവും പറക്കുന്ന മാതമംഗലം റൂട്ടിലെ തൗവറ കയറ്റം വാഹനങ്ങൾക്ക് അപകടക്കെണിയാകുന്നു. വാർത്തകൾ വിശദമായി. ജനാധിപത്യം അതിന്റെ അർത്ഥത്തിൽ നടന്നാൽ കമ്മ്യൂണിസം ഉത്തരമലബാറിൽ കാണില്ലെന്ന് MP രാജ്മോഹൻ ഉണ്ണിത്താൻ. UDF എരമംകുറ്റൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമ്മേളനം പെരുവാമ്പിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF വോട്ടർ പട്ടികയിൽ പേരുള്ള ലീഗുകാരെയും കോൺഗ്രസുകാരെയും തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കുകയാണ്. കോൺഗ്രസുകാരെയും ചീഫ് ഇലക്ഷൻ ഓഫീസർമാരെയും പോളിംഗ് ബൂത്തിൽ വെച്ച് മർദ്ദിക്കുമ്പോൾ പോലീസുകാർ നിഷ്ക്രിയരായി മാറി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇത്തരത്തിൽ പോലീസുകാർ കമ്മ്യൂണിസ്റ്റുകാരുടെ കാവൽ നായകളായി മാറിയിരിക്കുകയാണെന്ന് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ടുണ്ട്. ഗാന്ധിസം പോലെ പരിപാവനമാണ് കമ്മ്യൂണിസം, മാർക്സിസം. പക്ഷേ സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് മാർക്സിസം. മാർക്സിസത്തെ കുറിച്ച് അറിയാവുന്ന ഏത് കമ്മ്യൂണിസ്റ്റുകാരോട് ഈ നാട്ടിൽ ഉണ്ടെങ്കിൽ കാറൽ മാർക്സ് പറഞ്ഞിട്ടുണ്ടോ ബൂത്ത് പിടിക്കാൻ? കാറൽ മാർക്സ് പറഞ്ഞിട്ടുണ്ടോ കള്ളകുട്ടി ചെയ്യാൻ? കാറൽ മാർക്സ് പറഞ്ഞിട്ടുണ്ടോ ബൂത്തിലിരിക്കുന്ന ദേഹത്ത് നായികുണ്ണം കുടിയേറിയാൻ? കാറൽ മാർക്സ് പറഞ്ഞിട്ടുണ്ടോ ഈ പറയപ്പെടുന്ന ജനാധിപത്യ വിരുദ്ധമായ മാർഗങ്ങൾ സ്വീകരിക്കാൻ? ഇതേത് കമ്മ്യൂണിസമാണ്? ഇത് ഇവിടുത്തെ കമ്മ്യൂണിസമാണ്. എന്ത് കമ്മ്യൂണിസമാണിത്? നിങ്ങൾ ആലോചിക്കണം. വളരെ മോശപ്പെട്ടപ്പോഴാണ് ഞാനിവിടെ മത്സരിക്കുമ്പോൾ ജനാധിപത്യം അതിന്റെ അർത്ഥത്തിൽ നടന്നാൽ കമ്മ്യൂണിസം ഉത്തരമലബാറിൽ കാണില്ലെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. ഇതുവരെ നടന്ന ഒരു കൊലപാതകങ്ങളും ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ പലരും ഇന്ന് ജയിലിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ ഏതെങ്കിലും ഒരു കൊലപാതകം നടത്തിയിട്ട്
ആ കൊലപാതകം നടത്തിയത് ഞങ്ങളാണെന്ന് പറയാനുള്ള ആർജവം കാണിച്ചിട്ടുണ്ടോ? ഒരെണ്ണം കാസർഗോഡ് എടുക്കാം, മുസ്തഫയുടെ കൊലപാതകം. ആരാ കൊലപാതകം നടത്തിയത്? മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞു ഞങ്ങളല്ല കൊന്നത്. പിന്നെ ആരാ കൊന്നത്? അവർക്കറിയത്തില്ല. ആർക്കാണ് ജീവപര്യന്തം ശിക്ഷ കിട്ടിയത്? ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്ക്. ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഇപ്പോഴും അകത്ത് കിടക്കുക, ജീവപര്യന്തം തടവ്. പാർട്ടി ഇപ്പോഴും പറയുന്നു ഞങ്ങളല്ല കൊന്നത്, ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. പ്രതിയായ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയെ രക്ഷിക്കാൻ വക്കീലിനെ വെച്ചത്, കേസ് നടത്തിയത്, ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയത് മാർക്സിസ്റ്റ് പാർട്ടി, എല്ലാം ചെയ്യുന്ന പാർട്ടി. പക്ഷെ പാർട്ടി പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഞങ്ങളല്ല കൊന്നത്, പ്രതികളെ ഞങ്ങൾ രക്ഷിക്കില്ല. ഓരോ കൊലപാതകം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. കാസർഗോഡ് ജില്ലയിൽ അരിയിൽ ഷുക്കൂർ, ഒരു കാലത്ത് നമുക്കറിയാം കേരളത്തിൽ മാവോയിസ്റ്റുകളുടെ ആക്രമണം വളരെ രൂക്ഷമായിരുന്നു. നക്സലൈറ്റുകൾ നമ്മുടെ രാജ്യത്ത് UAP കൊണ്ടുവന്നു, അൺലോഫുൾ ആക്ടിവിറ്റീസ് അമെൻഡ്മെന്റ് ലോ. ആ ലോ കൊണ്ടുവന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. അന്ന് അതിനെ എതിർത്തത്. ചടങ്ങിൽ UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ മഹ്മൂദ് ഖാജി അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അൻസാരി തില്ലങ്കേരി, AP നാരായണൻ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, അബ്ദുൽ ഖാദർ മൗലവി, സാജു ആന്റണി, കക്കറ പ്രഭാകരൻ, NV മധുസൂദനൻ, കണ്ടങ്കോൽ കുഞ്ഞിരാമൻ, ഉമ്മർ പെരിങ്ങോം, രവി പൊന്നമ്പയൽ, NV രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. സഖാവ് കൃഷ്ണപിള്ളയുടെ ഓർമ്മകൾ ഉണർത്തുന്ന പത്തായം ഇനി പയ്യന്നൂർ ചരിത്ര മ്യൂസിയത്തിൽ സൂക്ഷിക്കും. പത്തായത്തിന്റെ ഉടമ കൃഷ്ണന്റെ മക്കളായ ദാമോദരൻ, വിജയൻ, ശശിധരൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ C. കൃഷ്ണൻ MLA പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർക്ക് കൈമാറി. സഖാവ് എന്ന മൂന്നക്ഷരം അതിന്റെ അക്ഷരാർത്ഥത്തിൽ മലയാളിക്ക് അനുഭവിപ്പിച്ചു കൊടുത്ത മലയാളിയുടെ എക്കാലത്തെയും വിപ്ലവ സൂര്യൻ സഖാവ് P. കൃഷ്ണപിള്ള ഒളിവിൽ കഴിഞ്ഞ കാലത്ത് അന്തിയുറങ്ങിയത് കരിവള്ളൂർ മധുരക്കോട്ടെ മാന്യഗുരു UP സ്കൂളിന് സമീപത്തെ തോട്ടേൻ വീട്ടിൽ കൃഷ്ണന്റെ വീട്ടിലെ ഈ പത്തായത്തിലാണ്. കരിവള്ളൂർ സമരനായകൻ AV കുഞ്ഞമ്പുവാണ് സഖാവിനെ ഇവിടെ എത്തിച്ചത്. സഖാവിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന ഒരു കാലത്തെ അടയാളപ്പെടുത്തുന്ന ഈ പത്തായം പയ്യന്നൂർ ചരിത്ര മ്യൂസിയത്തിന് കൈമാറി. കൃഷ്ണന്റെ ഭാര്യ മന്ത്യൻ വീട്ടിൽ പാർവതിയമ്മ തന്റെ മരണം വരെ ഈ പത്തായം തന്റെ ജീവനായി കാത്തു സൂക്ഷിച്ചു. പുതിയ കാലത്ത് മക്കളായ ദാമോദരൻ, വിജയൻ, ശശിധരൻ എന്നിവർ പത്തായം ചരിത്ര മ്യൂസിയത്തിന് കൈമാറാൻ സന്നദ്ധരാവുകയായിരുന്നു. പോലീസിന്റെ നരനായാട്ട് നമ്മളെല്ലാം വിവരിച്ച് കേട്ടിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു പയ്യന്നൂർ. 1910 സ്ഥാപിതമായിട്ടുള്ള ഇപ്പോഴത്തെ പോലീസ് സ്റ്റേഷൻ അത് പൊളിച്ചു കളയാതെയുണ്ട് പുരാവസ്തുവായി സംരക്ഷിക്കണം എന്നാവശ്യം ഉയർന്നു വന്നു. അങ്ങനെ പുരാവസ്തു വകുപ്പ് അത് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. ആ പഴയ പോലീസ് സ്റ്റേഷൻ, ലോക്കപ്പ് മുറികൾ ഉൾപ്പെടെയുള്ള പോലീസ് സ്റ്റേഷൻ, അതിന് നിരവധി ചരിത്രമുണ്ട്, കഥകൾ പറയാറുണ്ട്. K. നാരായണൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ, അപ്യാൽ രാഘവൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. പാണപ്പുഴ ഉറവങ്കര ക്ഷേത്രത്തിന് സമീപത്താണ് കഴിഞ്ഞ ഒരു മാസത്തോളമായി ജപ്പാൻ കുടിവെള്ളത്തിന്റെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. പാണപ്പുഴ ഉറവങ്കര ഭഗവതി ക്ഷേത്രത്തിന് സമീപത്താണ് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. ഇത്തരത്തിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളോളമായി. പൈപ്പ് പൊട്ടിയൊഴുകുന്ന ചെളിവെള്ളം ഒഴുകിയെത്തുന്നത് ഉറവങ്കര ഭഗവതി ക്ഷേത്രത്തിന്റെ ഭണ്ണാരപ്പുരയുടെ കിണറ്റിലേക്കാണ്. ഇതോടെ കിണറിലെ വെള്ളവും പൂർണ്ണമായും മലിനപ്പെട്ട് കഴിഞ്ഞു. മഞ്ഞ നിറത്തിലുള്ള കിണറിലെ വെള്ളം ഇപ്പോൾ പൂർണ്ണമായും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പൈപ്പ് പൊട്ടിയത് സംബന്ധിച്ച് നിരവധി തവണ പരാതി നൽകിയിട്ടും ഇതുവരെയായും യാതൊരു നടപടിയും സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്നും പരാതിയുണ്ട്. ഈ കിണറിലുള്ള വെള്ളം വെറും കലക്കാണ്. അതിന് ഒരു പ്രാവശ്യം അതിന് അവരെ നന്നാക്കിയിട്ടുണ്ട്. ഇപ്പം പോയിട്ട് 10-15 ദിവസമായി തിരയെ പോയിട്ട് വെള്ളം ഈ നാട്ടിലേക്കൂടെ എല്ലാം ഒഴുകി പോകുന്നത് ഈ നടയിൽ തന്നെ. അപ്പോൾ അതിന് മുപ്പട്ട ഒരിക്കൽ വന്ന് താറാറാക്കിയത് ഇപ്പം മൊത്തം പൊട്ടിയിട്ട് 1.5 മാസമായിട്ടുണ്ടാവും. അതിനിടയ്ക്ക് ഒരിക്കൽ നന്നാക്കി വീണ്ടും ഇപ്പം പൊട്ടിയിട്ട് 18 ദിവസം പോലെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല അവർ. 18 ദിവസം കൃത്യമായിട്ട് 18 ദിവസമായി ഇന്നേക്ക് ഈ നടയിൽ തന്നെ. ക്ഷേത്രത്തിലെ ഭണ്ണാരപ്പുരയിലെ കിണറിലെ വെള്ളം നമ്മൾ ഉപയോഗിക്കരുത്. അത് എങ്ങനെ ഒഴിക്കൽ ഇപ്പോൾ വേറെ സ്ഥലത്ത് പോയിട്ടാണ് വെള്ളം എടുത്തോണ്ട് നാറയൊക്കെ പോയിട്ട്. അവരെന്ത് ആൾക്കാരാണ്, ഒരു പണിക്കാരെ വിളിച്ചാൽ അവർ വരുന്നില്ല, ഫോൺ എടുക്കുന്നില്ല.
എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ടവർ പൊട്ടിയ പൈപ്പ് നന്നാക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, പിലാത്ര. ചൂട്ടാട് പാർക്കിൽ വിനോദസഞ്ചാരികൾ എത്തിത്തുടങ്ങി. രാവിലെ മുതൽ രാത്രി 8 മണി വരെ സന്ദർശകർക്ക് പ്രവേശനം നൽകും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് പാർക്ക് പ്രവർത്തിക്കുന്നത്. കോവിഡ് മഹാമാരിയിൽ 6 മാസമാണ് വിനോദസഞ്ചാര മേഖല അടഞ്ഞുകിടന്നത്. ഇത് മേഖലയെ പാടെ തകർത്തിരുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾക്ക് അയവ് വന്നതോടുകൂടിയാണ് ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ ചൂട്ടാട്ട് പാർക്ക് സജീവമായി തുടങ്ങിയത്. ദിവസേന 100 കണക്കിന് സഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർക്ക് വിനോദത്തിൽ ഏർപ്പെടാൻ സൗകര്യമുണ്ട് ഇവിടെ. പാർക്ക്, ബോട്ടിംഗ്, ഫുഡ് കോർട്ട് എന്നിവ സജീവമായി തുടങ്ങി. ദൂരദേശങ്ങളിൽ നിന്നുൾപ്പെടെ സഞ്ചാരികൾ ഇവിടെ എത്തിത്തുടങ്ങുന്നുണ്ടെന്ന് പാർക്ക് അധികൃതർ പറയുന്നു. കോവിഡ് മാനദണ്ഡം അനുസരിച്ചാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതുപോലെ ഇവിടെ കുട്ടികളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഫുഡ് കോർട്ട്, ബോട്ടിങ്, കുട്ടികൾക്ക് പല കളിക്കുന്ന എക്യുപ്മെൻസും അവിടെയുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് പാർക്ക് പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. തുലാമാസത്തിൽ ഉണരേണ്ട തെയ്യക്കാവുകളിൽ നിന്ന് അനിശ്ചിതത്വത്തിന്റെ കാർമേഘങ്ങൾ മായാതായതോടെ പ്രതീക്ഷ അസ്തമിച്ച 100 കണക്കിന് തെയ്യം കലാകാരന്മാർക്ക് പ്രതീക്ഷയുടെ കാലം വന്നെത്തുന്നു. ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളും അതിന്റെ ഭാഗമായ കലാപരിപാടികളും നിയന്ത്രണങ്ങളോടെ നടത്താൻ സർക്കാർ അനുമതി നൽകി. ആളുകളുടെ പങ്കാളിത്തം സംബന്ധിച്ച് എണ്ണം നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് കൂടാൻ പാടില്ല. അക്കാര്യം പോലീസും സെക്ടറൽ മജിസ്ട്രേറ്റുമാരും ഉറപ്പാക്കും. കഴിഞ്ഞ സീസണിൽ പാതിവഴിയിൽ നിലച്ച കളിയാട്ടക്കാലം തുലാമാസത്തിൽ വീണ്ടും താളമിടുമെന്ന പ്രതീക്ഷയാണ് കൊറോണക്കാലം വന്നതോടെ ഇല്ലാതായത്. ആളും ആരവങ്ങളുമാണ് കളിയാട്ടക്കാവുകളുടെ മുഖമുദ്ര. മുൻകൂട്ടി നിശ്ചയിച്ച് നടത്തിവരാറുള്ള അനുഷ്ഠാനമാണ് തെയ്യം. അതുകൊണ്ട് നിയന്ത്രണ വിധേയമായി കളിയാട്ടം നടത്തുക അസാധ്യമാണ്. ഇതാണ് ഈ സീസണിലെയും തെയ്യം അനിശ്ചിതത്വത്തിലാക്കിയത്. മാത്രമല്ല, ആളുകൾ കുറയുന്നത് സാമ്പത്തിക ഞെരുക്കത്തിനും കാരണമാകും. കഴിഞ്ഞ സീസണിൽ തന്നെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 100 കണക്കിന് തെയ്യം കലാകാരന്മാരുടെ ജീവിതം വൈറസ് തകർത്തെറിഞ്ഞിരുന്നു. ഈ പ്രതിസന്ധി കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോഴും തുടരുകയാണ്. 100 കണക്കിന് കാവുകളും തറവാടുകളും കൊയ്ത്തൊഴിഞ്ഞ പാടങ്ങളും സജീവമാക്കിയ തെയ്യക്കാലമില്ലാതായത് ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. 6 മാസം കുറഞ്ഞാടി കാവുകൾ ഉണർത്തുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനത്തിലാണ് ഇവർ ഒരു വർഷം ജീവിക്കുന്നത്. മാത്രമല്ല, ഊണും ഉറക്കവും ഒഴിഞ്ഞ് ശരീരം വരിഞ്ഞു മുറുകുന്നതിലൂടെ തീയാട്ടത്തിലൂടെയും ശരീരത്തിനേൽക്കുന്ന പരിക്കുകളും ചെറുതല്ല. സർക്കാർ പ്രഖ്യാപിച്ച അടിയന്തര സഹായങ്ങളും സൗജന്യ റേഷനുമൊക്കെ ലഭിച്ചിരുന്നെങ്കിലും നഷ്ടപ്പെട്ട തൊഴിൽ ദിനങ്ങൾ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവും ശക്തമാണ്. വീണ്ടും ഉത്സവങ്ങളും അതിന്റെ ഭാഗമായ കലാപരിപാടികളും നിയന്ത്രണങ്ങളോടെ നടത്താൻ അനുമതി ലഭിച്ചതിന്റെ സമാധാനത്തിലാണിവർ. സർക്കാരിൻ്റെ പുതിയ തീരുമാനപ്രകാരം ജനുവരി 5 മുതൽ ഉത്സവങ്ങളും അതുപോലെ അതിനോടനുബന്ധിച്ചിട്ടുള്ള കലാപരിപാടികൾ നടത്താൻ വേണ്ടിയിട്ടുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ തെയ്യം കലാകാരന്മാർ അതിയായിട്ട് സന്തോഷിക്കുന്നു. കാരണം ഒരു 7-8 മാസമായി നമുക്ക് തെയ്യത്തിൻ്റെ ഇതൊന്നും ഇല്ലാത്തത്. ഇപ്പോൾ 1-2 ഇടങ്ങളിൽ തെയ്യം ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ട് നമുക്ക് അത് ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇനിയുള്ള ഈ ജനുവരി 5-ന് ശേഷമുള്ള ഒരുപാട് ക്ഷേത്രങ്ങളും അതുപോലെ തറവാടുകളിലും തെയ്യം വരാനുണ്ട്. അപ്പോൾ അവിടെ അതിൻ്റെ ക്ഷേത്രാധികാരികളും അതുപോലെ തറവാട്ടിലെ അംഗങ്ങളും എല്ലാം ചേർന്നിട്ട് അതൊരു തീരുമാനമെടുത്ത് കളിയാട്ടം നടത്താൻ പറ്റുകയാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ള തെയ്യം കലാകാരന്മാരെ സംബന്ധിച്ചിട്ട് വളരെയധികം നല്ല കാര്യമായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മതപരമായ ഉത്സവങ്ങൾ, സാംസ്കാരിക പരിപാടികൾ, കലാപരിപാടികൾ എന്നിവയ്ക്ക് ഇൻഡോറിൽ പരമാവധി 100-ഉം ഔട്ട്ഡോറിൽ പരമാവധി 200-ഉം പേരെയാണ് അനുവദിക്കുക. പരിപാടികൾ നടത്താൻ കഴിയുന്നില്ലെങ്കിൽ
കലകളുടെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കുമെന്ന ആശങ്ക കലാകാരന്മാർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായ കലാസാംസ്കാരിക പരിപാടികൾ ആളുകളുടെ എണ്ണം നിയന്ത്രിച്ചുകൊണ്ട് നടത്താൻ അനുവദിക്കുന്ന പരിപാടികൾ നിബന്ധനകൾ പാലിച്ചാണോ സംഘടിപ്പിക്കുന്നതെന്ന് നിരീക്ഷിക്കാൻ പോലീസിനെയും സെക്ടറൽ മജിസ്ട്രേറ്റുമാരെയും നിയമിക്കാനും ഉത്തരവുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. മാസങ്ങൾക്ക് മുൻപ് വാഹനമിടിച്ച് തകർന്നതാണ് പെരുമ്പ പാലത്തിന്റെ ഒരു ഭാഗത്തെ തുടക്കത്തിലുള്ള കൈവരികൾ തകർന്ന് നാളുകൾ ഏറെയായിട്ടും അത് പുനർനിർമ്മിക്കാനോ പകരം സംവിധാനമൊരുക്കാനോ അധികൃതർ തയ്യാറായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് വാഹനങ്ങളുടെ അപകടയാത്രയ്ക്ക് പരിഹാരമായി പയ്യന്നൂർ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തകർന്ന കൈവരികൾക്ക് പകരം താൽക്കാലിക സംവിധാനം ഒരുക്കിയത്. പയ്യന്നൂരിലേക്കുള്ള പ്രവേശന കവാടമായ പെരുമ്പപ്പാലം പലവിധ കാര്യങ്ങൾ കൊണ്ട് ഓരോ ദിവസവും വാർത്താ പ്രാധാന്യം നേടുകയാണ്. വർഷങ്ങൾ പഴക്കമുള്ള പാലത്തിന് ബലക്ഷയം സംഭവിച്ചുവെന്ന് വിദഗ്ധ പരിശോധനാ സംഘം കണ്ടെത്തിയിരുന്നു. മാസങ്ങൾക്ക് മുൻപ് വാഹനമിടിച്ച് തകർന്ന പെരുമ്പപ്പാലത്തിന്റെ കൈവരികൾ അറ്റകുറ്റപ്പണി നടത്താനോ പുനഃസ്ഥാപിക്കാനോ അധികൃതർ തയ്യാറായിട്ടില്ല. താരതമ്യേന വീതി കുറഞ്ഞ പാലത്തിൽ കൂടിയുള്ള യാത്രയും ദുഷ്കരമാണ്. ഈ സാഹചര്യത്തിലാണ് പെരുമ്പപ്പാലത്തിന്റെ വാഹനമിടിച്ച് തകർന്ന കൈവരികൾക്ക് പകരം താൽക്കാലിക സുരക്ഷയൊരുക്കാൻ പയ്യന്നൂർ ഫയർഫോഴ്സ് സംഘവും സിവിൽ ഡിഫൻസ് സേനാംഗങ്ങളും മുന്നിട്ടിറങ്ങിയത്. പലപ്പോഴും നമ്മൾ ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ അശ്രദ്ധമായി കണ്ടു കഴിഞ്ഞാൽ പോലും അത് ഗൗരവമായി കാണാറില്ല. എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചതിന് ശേഷമാണ് അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാറ്. അത് ഒഴിവാക്കുക എന്നതാണ് ഈ ഒരു പുതുവർഷത്തിൽ പ്രധാനമായി സിവിൽ ഡിഫൻസ് ജീവനക്കാരും ഫയർഫോഴ്സ് പയ്യന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ജീവനക്കാരുടെയും പ്രധാന തീരുമാനം. കാരണം എവിടെയെങ്കിലും അപകട സാധ്യതകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മുൻകൈയെടുത്ത് ആ അപകടാവസ്ഥ ഒഴിവാക്കുക. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് ഇവിടെ റിഫ്ലക്ടർ വെച്ചും അപകടം ഉണ്ടെന്നുള്ളത് ബോർഡ് വെച്ചും അവിടെ മുള പോലുള്ള അവസ്ഥകൾ ഉപയോഗിച്ച് കെട്ടിയും ഒരു പെട്ടെന്നൊരു അപകടം രാത്രി കാലങ്ങളിലും പോകുന്ന സമയത്ത് റോഡ് മാറി തെന്നി പോകുന്ന അവസ്ഥയിൽ ഒഴിവാക്കുക എന്നതാണ് പ്രധാനമായും ഈ രീതിയിലെ പ്രവർത്തനത്തിന്റെ ഉദ്ദേശം. ശാന്തി തിയേറ്റർ ഭാഗത്തെ പാലത്തിന്റെ തകർന്ന കൈവരികളാണ് ഫയർഫോഴ്സ് സംഘം പകരം സംവിധാനമൊരുക്കി സുരക്ഷയൊരുക്കിയത്. പയ്യന്നൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ PV പവിത്രന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാഹനങ്ങളുടെ അപകടങ്ങൾക്ക് കാരണമാകുന്ന കൈവരിയില്ലാത്ത ഭാഗത്ത് താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ സുരക്ഷയൊരുക്കിയത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. KSTA പയ്യന്നൂർ സബ് ജില്ലാ 30ാം വാർഷിക സമ്മേളനം പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. KSTA സംസ്ഥാന സെക്രട്ടറി KK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. KSTA പയ്യന്നൂർ സബ് ജില്ലാ 30ാം വാർഷിക സമ്മേളനം KSTA സംസ്ഥാന സെക്രട്ടറി KK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. കോവിഡ്-19 മഹാമാരി അതിഗുരുതരവും അതുപോലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 18 ലക്ഷത്തോളം മനുഷ്യ ജീവനുകൾ തകരുകയും ഇനിയും നിലക്കാതെ അത് തുടരുകയും ചെയ്യുമ്പോഴും ഈ മഹാമാരി നമ്മെ പലതും പഠിപ്പിക്കുന്നുണ്ട്. ഏറെ പ്രയാസകരമാണെങ്കിലും ലോകത്തിന് മുമ്പിൽ പുതിയ പല പാഠങ്ങളും ഈ പ്രതിസന്ധി കാലഘട്ടം നമ്മെ പഠിപ്പിക്കുന്നു. KSTA പയ്യന്നൂർ ഏരിയ പ്രസിഡന്റ് KR വിനോദ് അധ്യക്ഷത വഹിച്ചു. KV ശ്രീലത രക്തസാക്ഷി പ്രമേയവും K രാജീവൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. K രഞ്ജിത്ത് സംഘടനാ റിപ്പോർട്ടും K രാജീവൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. MV മോഹനൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. IC ശ്രീകുമാർ, VP മോഹനൻ, PV സുരേന്ദ്രൻ, P ഉഷ, ഷംന പത്മം തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പൊറക്കുന്ന് മാതമംഗലം റൂട്ടിലെ തവ്വറ കയറ്റം വാഹനങ്ങൾക്ക് അപകടക്കിണിയാകുന്നു. ഈ ഭാഗത്തെ കുത്തനെയുള്ള കയറ്റവും വളവും കയറാനാകാതെ ഭാരവാഹനങ്ങൾ നിന്നുപോകുന്നത് പതിവ് കാഴ്ചയാണ്. മാതമംഗലം ഭാഗത്തു നിന്നും പൊറക്കുന്ന്, പെരിന്തട്ട, അരവഞ്ചാൽ ഭാഗങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്താവുന്ന മാർഗമാണിത്. പക്ഷേ കൂടുതൽ ഭാരം കയറ്റി വരുന്ന വാഹനങ്ങൾ തവ്വറ കയറ്റമെത്തുന്നതോടെ മുന്നോട്ടു പോകാനാകാതെ പ്രയാസപ്പെടും.
തൗവർ ജംഗ്ഷൻ മുതൽ തുടങ്ങുന്ന കയറ്റം അവസാനിക്കുന്ന ഭാഗത്തെ വളവാണ് വാഹനങ്ങൾക്ക് കെണിയാകുന്നത്. ലോഡുമായി റോഡിൽ കുടുങ്ങുന്ന വാഹനങ്ങളിൽ നിന്നും സാധനങ്ങൾ മറ്റൊരു വാഹനത്തിൽ കയറ്റി ഭാരം കുറച്ച ശേഷമേ പിന്നീട് യാത്ര തുടരാനാകൂ. റോഡിലെ കയറ്റം കുറച്ചും വളവ് നിവർത്തിയും നവീകരണം നടത്തിയാൽ ഇതുവഴിയുള്ള യാത്ര സുഗമമാകും. ബസ് സർവീസ് ഉൾപ്പെടെയുള്ള അരവഞ്ചാൽ പൊറക്കുന്ന് മാതമംഗലം റോഡ്, പരിയാരം മെഡിക്കൽ കോളേജ്, തളിപ്പറമ്പ്, കണ്ണൂർ എന്നിവിടങ്ങളിലേക്കുമുള്ള എളുപ്പമാർഗം കൂടിയാണ്. കിഫ്ബി പോലുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് നവീകരിച്ചാൽ അത് ഈ പ്രദേശത്തിന്റെ വികസനത്തിനു കൂടി വഴിയൊരുക്കും. സ്വാമി ആനന്ദതീർത്ഥരുടെ ജന്മവാർഷികത്തിന്റെ ഭാഗമായി സമാധി മണ്ഡപത്തിൽ വിശേഷാൽ പ്രാർത്ഥനയും പൂജയും പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടന്നു. സ്വാമി ആനന്ദതീർത്ഥരുടെ 116ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ശ്രീനാരായണ ഗുരുവിൽ നിന്നും ശിഷ്യത്വം സ്വീകരിച്ച അവസാനത്തെ സന്യാസിവര്യനാണ് സ്വാമി ആനന്ദതീർത്ഥൻ. മഹാത്മാഗാന്ധിയുടെ ദർശനങ്ങൾ മാർഗദീപമാക്കി ജീവിതം നയിച്ച അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയിലും സമകാലിക വ്യവസ്ഥകളോട് സന്ധിയില്ലാ സമരം നടത്തിയ വ്യക്തി കൂടിയാണ്. സാമൂഹിക ജീവിതത്തിന്റെ പുറംപോക്കിലേക്ക് ആട്ടിയകപ്പെട്ട അധസ്ഥിത സമൂഹത്തെ ആത്മവിശ്വാസവും അക്ഷരജ്ഞാനവും നൽകി സഹജീവന പാഠങ്ങൾ പകർന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ 1931 പയ്യന്നൂരിൽ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചു. ജാത്യാചാരങ്ങളും ഐത്തചിന്തകളും കൊടിയ ക്രൂരതകൾക്ക് തിരികൊളുത്തിയ 30കളിലും 40കളിലും പരമദയനീയമായ ചുറ്റുപാടുകളിൽ കഴിഞ്ഞിരുന്ന കുട്ടികളെ തേടിപ്പിടിച്ച് അവർക്ക് ഭക്ഷണവും താമസ സൗകര്യവും സമീപ സ്കൂളിൽ ചേർത്ത് വിദ്യാഭ്യാസവും ഉറപ്പുവരുത്തുകയായിരുന്നു അദ്ദേഹം. ഇത്തരത്തിൽ ജനുവരി 2 സ്വാമി ആനന്ദതീർത്ഥരുടെ ജന്മദിനം എല്ലാ വർഷവും ആചരിച്ചു വരുന്നുണ്ട് ഇവിടെ. ട്രസ്റ്റ് പ്രസിഡന്റ് ടി.വി. സുമിത്രൻ, ട്രസ്റ്റ് സെക്രട്ടറി കെ.പി. ദാമോദരൻ, എം. കുഞ്ഞികൃഷ്ണൻ, എം.കെ. ഗോവിന്ദൻ മാസ്റ്റർ, എ.കെ.പി. നാരായണൻ, ശ്രീനാരായണ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ, മറ്റ് സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. മാടായി ഗ്രാമപഞ്ചായത്തിൽ ഉജ്ജ്വല വിജയം നേടിയ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ സ്വീകരിച്ചുകൊണ്ട് പഴയങ്ങാടിയിൽ വിജയ ഘോഷയാത്ര സംഘടിപ്പിച്ചു. മാടായി പഞ്ചായത്ത് പരിസരത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര പുതിയങ്ങാടിയിൽ സമാപിച്ചു. ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ നടന്ന വിജയഘോഷയാത്രയിൽ 100 കണക്കിന് പ്രവർത്തകർ അണിനിരുന്നു. വിജയികളായവരെ ഹാരാർപ്പണം നടത്തി. മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് കായിക്കാരൻ സഹീദ്, എസ്.കെ. ആബിദ, പി.വി. ധനലക്ഷ്മി, സി.എച്ച്. മുസ്തഫ, സുധീർ വെങ്ങര, പുന്നക്കൻ മുഹമ്മദ് അലി, ആയിഷ ബി ഒടിയിൽ, റഷീദ ഒടിയിൽ, പി.എം. ഷെരീഫ്, ഒ. ബഷീർ, എസ്.യു. റഫീഖ്, സമദ് ചൂട്ടാട്, ഗഫൂർ ചൂട്ടാട് എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സഫ്ദർ ഹാഷ്മി അനുസ്മരണത്തിന്റെ ഭാഗമായി ഫ്രണ്ട് സ്റ്റേജ് പയ്യന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സമ്മേളനവും നാടക ചർച്ചയും സംഘടിപ്പിച്ചു. ഇ.പി. രാജഗോപാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ നമ്മളിപ്പോൾ മാസ്ക് അണിയുകയാണ്. ഈ മാസ്ക് ഇട്ട മനുഷ്യർ ആണ് ലോകത്ത് എവിടെയും ഉള്ളത്, പ്രത്യേകിച്ചും കേരളത്തിലുള്ളത്. അത് നാടകവേദിയുടെ പഴയ ചരിത്രത്തെ കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കാരണം നാടകം, ഇവിടെ ശ്രീഹരി സൂചിപ്പിച്ച പോലെ ജീവിതത്തിന്റെ ഏത് സ്ഥലത്തും നാടകമുണ്ട്. ഹാപ്പനിങ് എന്നൊക്കെ പറയുന്ന ചില നാടക സമ്പ്രദായങ്ങളുണ്ടല്ലോ. കുണ്ടയംകുവൽ വായനശാല പരിസരത്ത് നടന്ന അനുസ്മരണ പരിപാടിയിൽ എ.സി. ശ്രീഹരി അധ്യക്ഷത വഹിച്ചു. പ്രതിരോധത്തിന്റെ കല നാടക ചർച്ചയിൽ ശുഭ ടീച്ചർ, മനോജ് കാന, ഇ.വി. ഹരിദാസ്, രജിത മധു, രഘുനാഥന്നൂർ, പ്രദീപ് മണ്ടൂർ, പി.ടി. മനോജ്, രമേശൻ വെള്ളൂർ, പ്രകാശൻ ചെങ്ങൽ, ബാലാമണി ടീച്ചർ, ബോബി സുരേഷ്, വി.പി. രാജൻ, സുരേഷ് പരിയാരം, മണിമുക്കം, ശിവകുമാർ കാങ്കോൽ തുടങ്ങിയ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രഗത്ഭരായ നാടക പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് പ്രദീപ് മണ്ടൂർ സംവിധാനം ചെയ്ത പരിയാരം നാടക സംഘം അവതരിപ്പിച്ച ബ്ലാക്ക് ആൻഡ് വൈറ്റ് നാടകവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. ലൈബ്രറി കൗൺസിൽ കരിവള്ളൂർ പെരളം നേതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ തദ്ദേശ സ്വയംഭരണ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. ലൈബ്രറി കൗൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വൈക്കത്ത് നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ആളുകൾക്ക് വെളിച്ചം കാണുവാൻ വേണ്ടി പഞ്ചായത്തിന്റെ തെരുവുണ്ടായിരുന്നു എന്ന് ഓർമ്മിക്കുകയാണ്. സന്ധ്യയാവുമ്പോൾ അവിടെ വിളക്ക് എത്തിക്കാൻ ഒരാളെ ഗ്രാമപഞ്ചായത്തിൽ നിയോഗിച്ചിട്ടുണ്ട്. അത് പുറത്തേക്കുള്ള വെളിച്ചമാണ്.
അകത്ത് വെളിച്ച് നൽകുന്നതിന് മുന്നിട്ടിറങ്ങിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തിലാണ് ഏറ്റവും മനോഹരമായ, ഏറ്റവും ശ്രദ്ധേയമായ ലൈബ്രറികൾ ഉണ്ടായിരുന്നത്. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾക്കാണ് ലൈബ്രറി കൗൺസിൽ കരിവള്ളൂർ പിരളം നേതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകിയത്. കരിവള്ളൂർ EMS ഗ്രന്ഥാലയത്തിൽ AV സ്മാരക ഹാളിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ K. സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KP രാജശേഖരൻ, PV നാരായണൻ മാസ്റ്റർ, EP കരുണാകരൻ, K. നാരായണൻ, P. രമേശൻ, NK വാസുദേവൻ, P. ഗോവിന്ദൻ തുടങ്ങിയവർ സ്വീകരണ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. എടാട്ട് ചെറാട്ട് കുന്നിന് കിഴക്ക് ഹൈപവർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സായാഹ്നം സംഘടിപ്പിച്ചു. C. കൃഷ്ണൻ MLA അനുമോദന സായാഹ്നം ഉദ്ഘാടനം ചെയ്തു. ഫോക്ക് ക്രാഫ്റ്റിൽ ഫോക്ലോർ അക്കാദമി അവാർഡ് നേടിയ ശ്രീനിവാസൻ ചിത്രാഞ്ജലി, ഗ്രാമപഞ്ചായത്തിലേക്ക് 3-ാം വാർഡിൽ നിന്ന് വിജയിച്ച K. അശോകൻ, കളഞ്ഞുകിട്ടിയ സ്വർണ്ണാഭരണം ഉടമയ്ക്ക് തിരിച്ചു നൽകി മാതൃകയായ സാമൂഹ്യ പ്രവർത്തകൻ U. ബാലൻ എന്നിവരെ ആദരിച്ചു. C. കൃഷ്ണൻ MLA അനുമോദന സായാഹ്നം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ക്ലബിന്റെ വക ഉപഹാരം കൈമാറി. CPIM കുഞ്ഞിമംഗലം നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിജയൻ അടുക്കാടൻ അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് സെക്രട്ടറി VV മഞ്ജോഷ്, അനീഷ്, ക്ലബ്ബ് രക്ഷാധികാരികളായ VT അമ്പു, M. അശോകൻ എന്നിവർ സംസാരിച്ചു. തൃക്കരിപ്പൂർ പ്രസ് ഫോറം TCN ചാനലിന്റെ സഹകരണത്തോടെ ക്രിസ്തുമസ് പുതുവത്സരാഘോഷവും തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രവചന മത്സര വിജയികൾക്ക് സമ്മാന വിതരണവും നടത്തി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ പ്രസ് ഫോറം TCN ചാനലിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ തൃക്കരിപ്പൂർ പടന്ന വലിയപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും തൃക്കരിപ്പൂർ ഫാർമേഴ്സ് സഹകരണ ബാങ്ക് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ എന്നിവർക്ക് സ്വീകരണം നൽകി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മളൊരു ആയുസ് കൂടിയാണ്, വളരെ വേഗത്തിലാണ് ഇപ്പോൾ ഓരോ വർഷവും കടന്നു പോകുന്നത്. സാധാരണ പറയാറുള്ളത് പോലെ ഇപ്പോൾ ഒരു മാസത്തിൻ്റെ ബാലാണ് ഒരു വർഷത്തിൽ. നമ്മളിപ്പോൾ അടുത്താണ് 2020 സ്വീകരിച്ചു. ഇപ്പോൾ 2021 പോവുകയാണ്. പ്രസ് ഫോറം പ്രസിഡന്റ് A. മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. മുൻ പ്രസിഡന്റ് VT ഷാഹുൽ ഹമീദ് കേക്ക് മുറിച്ചു. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം, വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ, തൃക്കരിപ്പൂർ ഫാർമേഴ്സ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, പ്രസ് ഫോറം സെക്രട്ടറി P. പ്രസാദ്, ട്രഷറർ KV സുധാകരൻ, രാഘവൻ മാണിയാട്ട് എന്നിവർ പ്രസംഗിച്ചു. തിരഞ്ഞെടുപ്പ് പ്രവചന മത്സര വിജയികളായ AG ഷാക്കിർ, TMC മുഹമ്മദ് എന്നിവർക്ക് ഉറുമീസ് തൃക്കരിപ്പൂർ, ഉദിനൂർ സുകുമാരൻ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പടന്നയിൽ പച്ചക്കറി സമൃദ്ധിക്കായി കിച്ചൺ ഗാർഡൻ പദ്ധതിക്ക് പുതുവത്സര ദിനത്തിൽ തുടക്കമായി. പടന്ന ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡും തൃക്കരിപ്പൂർ ലയൺസ് ക്ലബ്ബും സംയുക്തമായാണ് ജൈവകൃഷി പ്രോത്സാഹനം ലക്ഷ്യമിട്ട് കിച്ചൺ ഗാർഡൻ പ്രൊജക്ട് നടപ്പിലാക്കുന്നത്. 300ഓളം വീടുകളിൽ പച്ചക്കറി കൃഷിക്കുള്ള ഏറ്റവും മികച്ച കാർഷിക സർവകലാശാല ഇനം വെണ്ട, പയർ, തക്കാളി, മുളക്, പടവലം വിത്തുകളാണ് വിതരണം ചെയ്തത്. ലയൺ VV ചന്ദ്രൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പടന്ന പഞ്ചായത്ത് 9-ാം വാർഡ് മെമ്പർ PP കുഞ്ഞികൃഷ്ണന് തൃക്കരിപ്പൂർ ലയൺസ് ക്ലബ്ബ് ഫസ്റ്റ് ലേഡി ലയൺ സുപ്രഭ ബാബുരാജ് വിത്തുകൾ കൈമാറി. VV ബാബുരാജ്, സുരേഷ് കുമാർ, ദിനേശ് പൊതുവാൾ, KV രാജൻ, പ്രദീപ് കുമാർ രാമപുരത്ത്, PV സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. K. വേണു, EV ചിത്ര, MV മോഹനൻ, K. നാരായണി എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കൃഷ്ണ ട്രേഡേഴ്സിന്റെ നവീകരിച്ച ഷോറൂം പയ്യന്നൂർ പെരുമ്പ ബൈപ്പാസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. കണ്ണൂർ AKG ആശുപത്രി പ്രസിഡന്റ് TA മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. പുതുവർഷത്തിൽ കൂടുതൽ സൗകര്യത്തോടെ വർണ്ണങ്ങളുടെ മായക്കാഴ്ചയൊരുക്കുന്ന പെയിന്റുകളുടെ ശേഖരവുമായാണ് കൃഷ്ണ ട്രേഡേഴ്സിന്റെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കണ്ണൂർ AKG സഹകരണ ആശുപത്രി പ്രസിഡന്റ് TA മധുസൂദനൻ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ പെരുമ്പ ബൈപ്പാസ് റോഡിൽ ആരംഭിച്ചിരിക്കുന്ന കൃഷ്ണ ട്രേഡേഴ്സിൽ വിവിധ കമ്പനികളുടെ പെയിന്റുകൾ ലഭ്യമാകും. ഹാർഡ്വെയർ, പെയിന്റ്സ്, ലോക്സ്, ഗ്ലാസ്, പ്ലൈവുഡ് എന്നിവയുടെ വിപുലമായ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ പ്രമുഖർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
തൃക്കരിപ്പൂർ ഇളമ്പച്ചി തെക്കുംപാട്ടെ അസുഖം മൂലം ബുദ്ധിമുട്ടുന്ന അച്ഛനും മകളുമായ PK ഷിജി, രവീന്ദ്രൻ എന്നിവരുടെ നിർധന കുടുംബത്തെ സഹായിക്കാൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ചികിത്സാ സഹായ കമ്മിറ്റി സ്വരൂപിച്ച തുക PK രവീന്ദ്രന് കൈമാറി. ചികിത്സയ്ക്കായി ഉദാരമതികളുടെ കനിവ് തേടുകയാണ് ഈ കുടുംബം. PK ഷിജി രവീന്ദ്രൻ ചികിത്സാ സഹായ കമ്മിറ്റി സ്വരൂപിച്ച തുകയായ 50,000 രൂപ കമ്മിറ്റിയുടെ രക്ഷാധികാരിയും വാർഡ് മെമ്പർമാരുമായ MK ഹാജിയും N സുധീഷും ചേർന്ന് PK രവീന്ദ്രന് കൈമാറി. ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാനായി TV കുഞ്ഞികൃഷ്ണനും M പുരുഷോത്തമൻ കൺവീനറായും P രാജീവൻ ട്രഷററായും രൂപീകരിച്ച ചികിത്സാ സഹായ കമ്മിറ്റി ജനകീയ കൂട്ടായ്മയിലൂടെ ഫണ്ട് കണ്ടെത്തി ഈ കുടുംബത്തെ സഹായിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഉദാരമതികൾ തങ്ങളാൽ കഴിയുന്ന സഹായം PK ഷിജി രവീന്ദ്രൻ ചികിത്സാ സഹായ കമ്മിറ്റി, അക്കൗണ്ട് നമ്പർ TFB 0507006522, IFSC ICIC 000103 എന്ന അക്കൗണ്ട് നമ്പറിൽ എത്തിച്ചു നൽകാം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനാധിപത്യം അതിന്റെ അർത്ഥത്തിൽ നടന്നാൽ കമ്മ്യൂണിസം ഉത്തരമലബാറിൽ കാണില്ലെന്നും പോലീസുകാർ കമ്മ്യൂണിസ്റ്റുകാരുടെ കാവൽ നായകളായി മാറിയിരിക്കുകയാണെന്നും MP രാജ്മോഹൻ ഉണ്ണിത്താൻ. UDF എരമംകുറ്റൂർ മണ്ഡലം കമ്മിറ്റി പെരുവാമ്പയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമ്മേളനം MP ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു. പത്തായം പറയും ഇനി സഖാവിന്റെ ജീവിതകഥ. സഖാവ് കൃഷ്ണപിള്ളയുടെ ഓർമ്മകൾ ഉണർത്തുന്ന പത്തായം ഇനി പയ്യന്നൂർ ചരിത്ര മ്യൂസിയത്തിൽ സൂക്ഷിക്കും. പാണപ്പുഴ ഉറവങ്കര ക്ഷേത്രത്തിന് സമീപത്ത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളാകുന്നു. നടപടി സ്വീകരിക്കാത്ത അധികൃതർക്കെതിരെ പ്രതിഷേധം ശക്തം. ചൂട്ടാട് പാർക്കിൽ വിനോദസഞ്ചാരികൾ എത്തിത്തുടങ്ങി. പാർക്ക് പ്രവർത്തിക്കുന്നത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട്. തെയ്യം കലാകാരന്മാർക്ക് പ്രതീക്ഷയുടെ കാലം വന്നെത്തുന്നു. ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളും അതിന്റെ ഭാഗമായ കലാപരിപാടികളും നിയന്ത്രണങ്ങളോടെ നടത്താൻ സർക്കാർ അനുമതി. ആളുകളെ നിയന്ത്രിക്കാൻ പോലീസിനും സെക്ടർ മജിസ്ട്രേറ്റുമാർക്കും നിർദ്ദേശം. പെരുമ്പപ്പാലത്തിന്റെ കൈവരികൾക്ക് താൽക്കാലിക ആശ്വാസം നൽകി പയ്യന്നൂർ ഫയർഫോഴ്സ്. കൈവരികൾ തകർന്ന് നാളുകളായിട്ടും പുനർനിർമ്മിക്കാനോ പകരം സംവിധാനം ഒരുക്കാനോ അധികൃതർ തയ്യാറാകാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. കയറ്റവും വളവും പറക്കുന്ന മാതമംഗലം റൂട്ടിലെ തൗവറ കയറ്റം വാഹനങ്ങൾക്ക് അപകടക്കെണിയാകുന്നു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.